ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേൾഡ് മാപ്പാണ്. അതായത് ആ വേൾഡ് മാപ്പിൽ ധാരാളം ആരോ മാർക്കും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ്. ഈ ആരോ മാർക്കെല്ലാം കപ്പലുകളാണെന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ വിശ്വാസം വരില്ല. അതെ, ലോകത്തിൽ 99% ചരക്ക് നീക്കം നടക്കുന്നത് കടലിലൂടെയാണെന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് ഒരു വലിയൊരു പോർട്ട് ഉള്ളത് തന്നെയാണ്. അങ്ങനൊരു ഭാഗ്യമാണ് ഇന്ത്യക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. അതായത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവം അനുഗ്രഹിച്ച് നൽകിയ വലിയ ഡ്രാഫ്റ്റുള്ള ഒരു പോർട്ടാണ് ഇപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീ പോർട്ട് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുമാവാൻ പോകുന്ന നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് സീ പോർട്ടാണ് നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നത്. ദിനം പ്രതി റെക്കോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോർട്ടിന് ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു കപ്പലോടുകൂടി വലിയ നേട്ടമാണ്, അല്ലെങ്കിൽ വലിയൊരു റെക്കോർഡാണ് നമ്മൾ സ്ഥാപിക്കാൻ പോകുന്നത്. കാരണം ട്രാൻസ്ഷിപ്മെന്റ് ആരംഭിച്ചിട്ട് വളരെ കുറച്ച് മാസം, അല്ലെങ്കിൽ 460 കപ്പൽ കൊണ്ട് 8 മാസം കൊണ്ട് 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയ 800 മീറ്റർ നീളമുള്ള 800 മീറ്റർ മാത്രം ബെർത്ത് നീളമുള്ള നമ്മുടെ പോർട്ടിന് ഒരു കപ്പൽ കൊണ്ട് 2 റെക്കോർഡാണ് ഇന്ന് സ്ഥാപിക്കാനായി പോകുന്നത്. ഏതാണ് കപ്പലെന്നും ഏത് പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നതെന്നും നമ്മുടെ പോർട്ടിൽ നിന്നും ഏത് പോർട്ടിലേക്കാണ് കപ്പൽ പോകുന്നതും എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പോകാം ഡീറ്റെയിൽ ഷിപ്പ് ട്രാക്കിംഗ് വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമുക്ക് ആ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ധാരാളം കപ്പലുകൾ ഇവിടെ ഉണ്ടെങ്കിലും, അതായത് ഔട്ടർ ആങ്കറേജിൽ ഉണ്ടെങ്കിലും, അത് ഫീഡർ വെസലാവട്ടെ, മദർ വെസലാവട്ടെ, അൾട്രാ ലാർജ് വെസലാവട്ടെ, അതിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ റെക്കോർഡ് സ്ഥാപിക്കാൻ പോകുന്ന കപ്പലിനെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതാ നമ്മൾ ഈ നീല ആരോ മാർക്കിൽ കാണുന്ന ഈ കപ്പൽ, അതായത് MSC വെറോണ, ഇപ്പോൾ നമുക്കിവിടെ കാണാനായി സാധിക്കും. നമ്മുടെ പോർട്ടിന്റെ അടുത്ത് തന്നെയാണ് ഈ കപ്പൽ ഔട്ടർ ആങ്കറേജിലുള്ളത്. ഇന്ന് രാത്രിയോട് തന്നെ പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കും. അതായത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. എനിക്കൊരു 10 മണിക്ക് മുകളിലാവും, 10-11 മണിയാകും ഈ കപ്പൽ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാൻ. നമുക്ക് ഈ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോയാൽ മാത്രമേ എന്താണെന്ന് അറിയാനായി സാധിക്കുകയുള്ളൂ. നമുക്ക് കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകാം. കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ MSC വെറോണ എന്ന IMO നമ്പർ 9987-287, ഫ്ലാഗ് ലൈബീരിയ. അതുമാത്രമല്ല, കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് 2/12/2024 ഒരു വർഷം മാത്രം പഴക്കമുള്ളത്. 2/12 അതായത് ഒരു വർഷം പഴക്കമായിട്ടില്ല. 12-ാം മാസത്തിലാണ് കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, കപ്പലിന്റെ ഓവറോൾ ലെന്ത് എന്ന് പറയുന്നത് 366 മീറ്ററാണ്. അതായത് ഒരു അൾട്രാ ലാർജ് വെസൽ അല്ല, ഇതൊരു ലാർജ് വെസലാണ്. ബെർത്ത് അല്ലെങ്കിൽ ബീം അല്ലെങ്കിൽ കപ്പലിന്റെ വീതി എന്ന് പറയുന്നത് 51 മീറ്ററാണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 22.6 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 18.88 മീറ്ററാണ്. മാക്സിമം സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന 22 നോട്ടിക്കൽ മൈൽ സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന്റെ കപ്പാസിറ്റി, അതായത് മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 16,000 TEU ആണ്. അതിൽ 1400 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 2,01,064 ഇനി അത് മാത്രമല്ല, ഇഞ്ചിൻ മേക്ക് ചെയ്തിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സ്ഥിരമായിട്ട് അറിയാവുന്ന HD ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ലിമിറ്റഡ്, സൗത്ത് കൊറിയയാണ്. ഇഞ്ചിൻ ടൈപ്പും നമുക്ക് എല്ലാവർക്കും അറിയാം, പല കപ്പലും കണ്ടിട്ടുള്ളതിന് BMW 8G95ME Z10GI ആണ്. ഇഞ്ചിന്റെ പവർ എന്ന് പറയുന്നത് 54,960 കിലോവാട്ടും ഇഞ്ചിന്റെ RPM എന്ന് പറയുന്നത് 80-മാണ്. 12 ക്രൂ മെമ്പേഴ്സാണ് ഈ കപ്പലിലുള്ളത്. ഇനി നമുക്ക് കപ്പലിന്റെ ആ ഡീറ്റെയിലേക്കാണ് ഇനി പോകേണ്ടത്. ഡീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ കപ്പൽ നോക്കാം. ഡീറ്റെയിൽ ഈ കപ്പലിന്റെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് റെക്കോർഡ് എന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇതാ നമുക്ക് നോക്കാം. സ്പീഡ്, ഇപ്പോൾ കപ്പലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 4.6 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ മുൻഡ്ര പോർട്ട് ട്രിവാൻഡ്രം പോർട്ട് തന്നെയാണ് കാണിച്ചിരുന്നത്. കപ്പലിന്റെ ഡ്രാഫ്റ്റ് ആണ് 17.1 മീറ്റർ ഡ്രാഫ്റ്റ് ആണ് നമ്മുടെ പോർട്ടിൽ, അതായത് നമ്മളെ പോർട്ടിന്റെ റെക്കോർഡ്. അപ്പോൾ ചോദിക്കും, ഇത്രയും വലിയ ഡ്രാഫ്റ്റുള്ള കപ്പലാണ് ഇപ്പോൾ ഔട്ടർ ആങ്കറേജിലുള്ളത്. നേരത്തെ നമ്മുടെ പോർട്ട് റെക്കോർഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് MSC വെർജീനിയ എന്ന് പറയുന്ന കപ്പൽ കുറച്ച് 2 ദിവസം മുന്നേ ആയിട്ടുള്ള നമ്മുടെ പോർട്ടിൽ നിന്ന് സ്പെയിനിലേക്ക് പോയത്.
ആ കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 16.95 മീറ്റർ ആയിരുന്നു. ആ കപ്പൽ ലാർജ് വെസൽ തന്നെയാണ്, ഇതും അതേ ലാർജ് വെസൽ തന്നെയാണ്, പുതിയ വെസലാണ്. 17.1 മീറ്റർ ആണ് കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. റെക്കോർഡ് ഡ്രാഫ്റ്റ് തന്നെയാണ്. വിഴിഞ്ഞം പോർട്ടിൽ ഇതുവരെ വന്നതിൽ വെച്ച് റെക്കോർഡ് ഡ്രാഫ്റ്റ് ഇട്ട കപ്പൽ MSC വെറോണ. MSC വെർജിനിയ ആണെങ്കിൽ 16.9 ഡ്രാഫ്റ്റാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ കപ്പൽ ഏകദേശം ഈ പറയുന്ന റെക്കോർഡ് ഡ്രാഫ്റ്റ് ഇട്ടെന്ന് പറയുമ്പോൾ 18ഓളം ഷിപ്പുകളാണ് 16.5 മീറ്റർ ഡ്രാഫ്റ്റിൽ കൂടുതൽ നമ്മുടെ, അതായത് ഈ MSC വെർജീനിയ ഉൾപ്പെടെ, ഇപ്പൊ MSC വെറോണയാണ് ഉൾപ്പെടെ, ഇനി MSC വെറോണ ഉൾപ്പെടെയാണെങ്കിൽ ഏകദേശം 19 കപ്പലാണ് 16.5 മീറ്റർ ഡ്രാഫ്റ്റിന് മുകളിൽ നമ്മുടെ പോർട്ടിൽ വന്നു പോയിട്ടുള്ളത്. അപ്പോൾ നിസ്സാര ഒരു ചെറിയ കണക്കല്ല ഈ 16.5 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ ഡ്രാഫ്റ്റാണ്. വളരെ ചെറിയെന്ന് വെച്ചാൽ മീഡിയം ലെവൽ ഡ്രാഫ്റ്റ് എന്ന് വേണമെങ്കിലേ പറയാനായി സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ 17.1 മീറ്റർ ഡ്രാഫ്റ്റിലുള്ള കപ്പൽ പുറത്തു നിൽക്കുക. ഇന്ത്യയുടെ പല പോർട്ടിലും 16 പോയിട്ട് ചിലപ്പോൾ 14 മീറ്റർ പോലും ചിലപ്പോൾ കയറാനായി സാധിക്കില്ല. കാരണം ചിലപ്പോൾ 15 മീറ്റർ കയറിയെന്ന് വരാം. അങ്ങനെ കയറിയാൽ തന്നെ ലോ ടൈഡ് വേരിയേഷൻ വരും, ഹൈ ടൈഡ് ലോ ടൈഡ് വേരിയേഷൻ വരും, പല വ്യത്യാസങ്ങളും വരും. മണിക്കൂറോളം പുറത്ത് കിടക്കേണ്ടി വരും, എന്നാൽ അതിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ രാത്രിയോ പകലോ ഏത് ടൈമിൽ വേണോ നമ്മുടെ പോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ടൈഡ് വേരിയേഷനൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നേരത്തെ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. 45-50 സെൻറ്റിമീറ്റർ വരെയാണ്. ഏത് സമയത്തും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പോർട്ടിലേക്ക് ബെർത്ത് ചെയ്ത് മൂറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ പോർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. നാച്ചുറലായിട്ട് തന്നെ 18 മുതൽ 22 മീറ്റർ വരെ ആഴമുള്ള പോർട്ടായതിനാൽ 17.1 മീറ്റർ വളരെ ഈസി ആയിട്ട് ബെർത്ത് ചെയ്യാനായി സാധിക്കും. പക്ഷേ രാത്രിയാണ് ബെർത്ത് ചെയ്യുന്നത്. സ്റ്റില്ല് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും, ഫോട്ടോ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഏറ്റെടുക്കുക ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല, കാരണം രാത്രിയാണ്ട് അത് അറിയാനായി സാധിക്കില്ല. പകലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്രാഫ്റ്റ് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുമായിരുന്നു. ഈ കപ്പൽ പോകുന്ന സമയത്ത് നമുക്ക് ഡ്രാഫ്റ്റ് നോക്കാം എത്രയാണെന്ന് അറിയില്ല. കാരണം നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവൽ തന്നെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് തന്നെയാണ്. അതിനാൽ ഇത് ധാരാളം കണ്ടെയ്നർ ഈ പോർട്ടിൽ ഇറക്കി വെച്ചിട്ട് ഇനി ഈ കപ്പൽ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ടിലേക്കാണ്, ആഴക്കടൽ പോർട്ടിലേക്കാണ് കപ്പൽ പോകുന്ന. ആ ഡീറ്റെയിലേക്ക് പോകാം. ഇതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. അടുത്തൊരു റെക്കോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു റെക്കോർഡ് എന്ന് പറയുന്നത് ഈ കപ്പൽ 500ാമത്തെ കപ്പലായിട്ടാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. 2 റെക്കോർഡായി. 1 ഏറ്റവും വലിയ ഡ്രാഫ്റ്റോടുകൂടി കപ്പൽ, 2 500ാമത് വരുന്ന കപ്പലാണ് നമ്മുടെ പോർട്ടിൽ ഈ MSC വെറോണ. അങ്ങനെ ഒരു കപ്പൽ നിന്നും 2 റെക്കോർഡുകൾ സ്ഥാപിച്ച ലോകത്തിലെ തന്നെ ഒരേ ഒരു പോർട്ട് എന്ന് നമുക്ക് വിശേഷിക്കാവുന്ന പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട്. കാരണം നമ്മുടെ പോർട്ട് ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ, കൂടുതൽ മാസങ്ങളായിട്ടില്ല. ബെർത്തിന്റെ നീളം ഇപ്പോഴും 800 മീറ്റർ തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് പൂർത്തിയാക്കിയതും വലിയ ഡ്രാഫ്റ്റോടെ അൾട്രാ ലാർജ് വെസലും ലാർജ് വെസലും നമ്മുടെ പോർട്ടകത്ത് പ്രവേശിച്ച് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ഷിപ്മെന്റ് നടത്തി പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പല റെക്കോർഡും തിരുത്തി കുറിക്കുകയും പല റെക്കോർഡും സ്ഥാപിക്കുകയാണ് നമ്മുടെ പോർട്ടിലുള്ളത്. ഇനി നമുക്ക് ഈ കപ്പൽ ഏത് പോർട്ടിലേക്കാണ് നമ്മുടെ പോർട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്ന സിൻസ് പോർട്ടാണ്. അതായത് പോർച്ചുഗലിലെ സിൻസ് പോർട്ടിലേക്കാണ് ഈ കപ്പൽ തിരിച്ചു പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ പോർട്ടാണ് പോർച്ചുഗലിലെ സിൻസ് പോർട്ട് എന്ന് പറയുന്നത്. ആ പോർട്ടിലേക്കാണ് നമ്മുടെ പോർട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഡ്രാഫ്റ്റ് എത്രയാണ് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഡ്രാഫ്റ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാക്സിമം, പകലാണ് പോകുന്ന ഡ്രാഫ്റ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്നതായിരിക്കും. മുൻട്ര പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിലുള്ള കപ്പലുകൾ, അതായത് 499-ാമത്തെയും 498-ാമത്തെ കപ്പലുകൾ നമ്മുടെ പോർട്ടിലുണ്ട്. അത് നമുക്ക് നോക്കാം. MSC മായ, MSC സ്കൈ 2, ഇങ്ങനെ 2 കപ്പലുകൾ നിലവിൽ മോറികൾ തന്നെ, 2 ഫീഡർ വെസലുകൾ തന്നെയാണ്. ഇനി വേറൊരു കാര്യം, നമ്മുടെ ഈ MSC വെറോണ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഹിമാലയൻ എക്സ്പ്രസ് സർവീസിൽപ്പെട്ട കപ്പലാണ്. MSC വെറോണ ഇവിടെ ഉണ്ട്, ഹിമാലയ എക്സ്പ്രസ് സർവീസിൽപ്പെട്ട കപ്പലാണ്. പലരും ചോദിക്കുന്നു MSCയുടെ ജെയ്ഡ് സർവീസ് ഇപ്പോൾ വരുന്നില്ല എന്ന്. തീർച്ചയായിട്ടും MSCയുടെ ജെയ്ഡ് സർവീസും MSC ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസും നമ്മുടെ പോർട്ടിൽ തന്നെ സർവീസ് ഉണ്ട്. നമ്മുടെ പോർട്ടിൽ നിന്ന് പോയിട്ടില്ല. അത് ആരോ എന്തൊക്കെ പറഞ്ഞതാണ് പോയിട്ടുള്ളൂ എന്ന്. തീർച്ചയായിട്ടും പോയിട്ടില്ല. നമ്മുടെ പോർട്ടിൽ MSC ജെയ്ഡ് സർവീസ് ഉണ്ട്, ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസും നമ്മുടെ പോർട്ടിൽ കപ്പൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ആ സമയത്ത് കുറച്ച് മഴയൊക്കെ വളരെ കൂടുതലായി നമുക്കറിയാം. മഴ സമയത്തൊക്കെ റഫ്, ലോകത്തിൽ തന്നെ എല്ലാ സ്ഥലത്തും കടലും കുറച്ച് റഫായിരിക്കും. ആ സമയത്തൊക്കെ കൂടുതൽ ഈ അൾട്രാ ലാർജ് ബസ്സിലും ഈ ജെയ്ഡ് സർവീസിലുള്ള സർവീസുകൾ കൂടുതൽ വെയിറ്റ് ചെയ്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ട്
1-2 പ്രാവശ്യം കപ്പൽ വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ സ്ഥിരമായിട്ട് ഇപ്പോഴും ജെയ്റ്റ് സർവീസും ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസും ഹിമാലയൻ എക്സ്പ്രസ് സർവീസും നമ്മുടെ പോർട്ടിൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട്. ഫ്രണ്ട്സ്, ധാരാളം കപ്പലിൻ്റെ അതല്ലാതെ വേറെ കപ്പലുകളൊക്കെ നമ്മുടെ ഔട്ടർ ആങ്കറേജിലുണ്ട്, നമുക്കറിയാം. അതുമാത്രമല്ല, നമ്മുടെ MSC അഗിറ്റാട്ടോ ഇപ്പോഴും നമ്മുടെ പോർട്ടിൻ്റെ പുറത്ത് ഔട്ടർ ആങ്കറേജിൽ എത്തിയിട്ടുണ്ട്. ആങ്കറിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബെർത്തിൽ നിന്നും നമ്മുടെ ഔട്ടർ ആങ്കറിൽ തന്നെ കപ്പൽ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല, പുറത്ത് വേറെയും കപ്പലുകൾ നിലവിൽ ഈ പറയുന്ന ഔട്ടർ ആങ്കറേജിലുണ്ട്. ഈ കപ്പൽ പോയാൽ അടുത്ത് കപ്പൽ കയറാൻ വേണ്ടി ധാരാളം കപ്പലുകളുണ്ട്. ഇതാണ് ഈ റെക്കോർഡ് ഡ്രാഫ്റ്റ്. അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ട്രാക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്, ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ എല്ലാ അപ്ഡേഷനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.